എടാ, നമുക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വരുന്നതുകൊണ്ടല്ല, നമ്മൾ പല ഡിസ്ട്രാക്ഷൻസും തേടി പോകുന്നതുകൊണ്ടാണ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ റൂമിലിരുന്ന് കണ്ട് പഠിക്കാനുള്ള ഒക്കെ ചെയ്തു, ഒരു 1 hour ഇരുന്നു, നിങ്ങളെ ഒരു 5 hour നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു, എന്തും ആവട്ടെ. ആൻഡ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീട്ടിലാണെങ്കിൽ ചോറിൻ്റെ സമയമാവും, ഫുഡ് കഴിക്കാനുള്ള സമയമാവും. അപ്പം നിങ്ങൾ ഇനി ബാക്കി ഫുഡ് കഴിച്ചിട്ട് ക്ലാസ് കേൾക്കാന്നുള്ള മൈൻഡിൽ പോകും. പക്ഷേ അവിടെ എന്തും ചെയ്യാമായിരുന്നു. അവിടെ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കേണ്ട ഒപ്പം ഫുഡ് കഴിക്കുന്നതിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടാണല്ല. നിങ്ങൾ ആ കുറച്ച് നേരം കൂടി നിങ്ങൾ ആ ഡിസ്ട്രാക്ഷൻസിനെ, അല്ലെങ്കിൽ ഞാനടക്കമുള്ള ആൾക്കാർ ആ ഡിസ്ട്രാക്ഷനെ തേടി പോവാണ് അവിടെ ചെയ്തത്. സോ നമ്മളെ ഒരു പരിധി വരെ നമുക്ക് എല്ലാ ഡിസ്ട്രാക്ഷൻസും നമുക്ക് പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ശ്രമിക്കാനായിട്ടാണ്. നമ്മൾ ഫുഡ് കഴിക്കേണ്ട ടൈമായാലും നമ്മൾ എന്താണെങ്കിലും, ഇപ്പോൾ നമ്മൾ എവിടേക്കും പോവുകയാണ്, ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു 5 hour ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് മാത്രം കാണാൻ വേണ്ടിയിട്ട് ഒരു 5 hour ഇന്ന് എന്തായാലും ഇരിക്കുമെന്ന് വിചാരിച്ചു. സ്വാഭാവികമായിക്കാണ്ടും പല ചുറ്റുപാടുകളും നമുക്കുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്ത് വേണ്ട, ഫാമിലിൻ്റെ കൂടെ ഒന്ന് പുറത്ത് വേണ്ട, വളരെ അത്യാവശ്യമായിക്കാണ്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായേക്കാം. ആ സിറ്റുവേഷനിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിങ്ക് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. നമ്മൾ പോകുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോവുകയാണ്, ബൈക്കുമ്പോൾ പോവാണ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്തൂടെ, വെറുതെ സംസാരിച്ചൂടെ, ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്തൂടെ, ഇംഗ്ലീഷിൽ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടൂടെ, ഇതിനുള്ളൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഡിസ്ട്രാക്ഷൻസ് തേടി പോവുമല്ലേ, അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് പ്രൊഡക്റ്റീവാക്കി മാറ്റാനുള്ള ഓപ്ഷൻസ് ഇല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ എക്സ്ക്യൂസാണല്ലേ. ചിന്തിച്ച് നോക്ക് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ.